ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടിക്ക് അനുകൂലമായിട്ടും ദിലീപിന് അനുകൂലമായിട്ടും ഇരുവർക്കും പ്രതികൂലമായിട്ടും എല്ലാം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ പരസ്യമായൊരു പ്രതികരണമോ ഒരു വരി സോഷ്യൽ മീഡിയ പോസ്റ്റോ പോലും ഇടാതെ ഇപ്പോൾ നിലവിൽ മൗനം പാലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ കൊണ്ട് എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് നമുക്കറിയാവുന്ന ഒരാൾ പൃഥ്വിരാജ് സുകുമാരനാണ്. ഇപ്പോൾ ഒരു പ്രതികരണം പോലും നടത്താത്ത പൃഥ്വിരാജ് സുകുമാരനെതിരെ ദിലീപ് അനുകൂലികളായ ആളുകൾ വിളിക്കുന്ന തെറിവിളികൾ, എന്തോരം സൈബർ ആക്രമണമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ആളുകളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുന്നതിലൂടെ തന്നെ ഈ പറയുന്ന പ്രതികരണങ്ങൾക്കെല്ലാം ഇപ്പോൾ കുക്ക് നടത്തിയതാണെങ്കിലും അല്ലെങ്കിൽ സത്യനന്ദിക്കാട് നടത്തിയ പ്രതികരണമാണെങ്കിലും കഴിഞ്ഞ ദിവസം രഞ്ജി പണിക്കർ സിനിമാ ഡയലോഗ് വിധത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും മുൻകാല പ്രാബല്യമുണ്ട്. അവർ ഈ കഴിഞ്ഞ 8 വർഷത്തോളം ദിലീപ് അനുഭവിച്ചതുപോലുള്ള മാനസിക സമ്മർദ്ദം അവരും അനുഭവിച്ചിരുന്നു എന്നാണ് ഞാനും കരുതുന്നത്. അങ്ങനെ പറയാൻ നിശ്ചയമായുമുള്ള കാരണങ്ങളിൽ ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഞാൻ ആരോ എഴുതി കണ്ടതാണ്, ദിലീപിൻ്റെ പ്രതികരണത്തിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഇത്രയധികം 8 വർഷത്തോളം ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെട്ടു അല്ലെങ്കിൽ ജയിലിൽ കിടന്നു എന്ന് തന്നെ വിചാരിക്കുക. ഈ കാര്യത്തിൽ കോടതി അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കോടതി വിധിയുടെ മെറിറ്റിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒരു വിധത്തിലുള്ള വൈകാരികമായിട്ടുള്ള വർത്തമാനങ്ങളോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളോ ഒന്നും കടന്നു വരുന്നില്ല, ഇമോഷൻസ് ഒന്നും കടന്നു വരുന്നില്ല. വെൽ ഡ്രാഫ്റ്റഡായി, സണ്ണി ജോസഫ് പറഞ്ഞ പോലെ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രതികരണമാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് അദ്ദേഹം കുറേ നാളുകളായി മനസ്സിലിട്ടിങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുകയാണ്. ഇപ്പോൾ ദിലീപിനെ കുറ്റക്കാരനാക്കുന്നതിലപ്പുറത്തേക്ക് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നടിയെ ആക്രമിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന 6 ആളുകളോ മാത്രം എടുത്തിട്ടുള്ള തീരുമാനമല്ല എന്നുള്ളിടത്താണല്ലോ. അപ്പോൾ ദിലീപ് ഇത് ഇത്രയും നാളുകളായി മനസ്സിലിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ടിരുന്ന കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന ആളുകളും വളരെ കൃത്യമായി ശബ്ദമിടരാതെ കൃത്യമായി അവരുടെ നിലപാട് പറയുകയാണ്. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം ഹർഷൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായൊരു PR എക്സസൈസ് ഉണ്ട്. അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ വൈറ്റ് വാഷ് അടിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള മുഴുവൻ ആളുകളുടെയും ലക്ഷ്യമെന്ന് ഞാൻ നിശ്ചയമായും കരുതുകയാണ്.